ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഒരു 6-6:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ പത്തനംതിട്ടയ്ക്ക് പോവാണ്. അപ്പോൾ അമ്മച്ചിയെ വീട്ടിൽ വിടണം. അതുമാത്രമല്ല, ഓണത്തിന് നമുക്ക് ചിലപ്പം പത്തനംതിട്ട പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏട്ടന് 3rd സാറ്റർഡേ അവധി ആയതുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇത്രയും നേരത്തെ ഇറങ്ങിയതിൻ്റെ കാര്യം എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം. നമ്മൾ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം നേരിട്ട് അങ്ങോട്ടങ്ങ് പോകാമെന്നുണ്ടെങ്കിൽ അത് നടക്കും. അവിടെ ചെന്നിട്ട് വൈകിട്ട് പോകാം അല്ലെങ്കിൽ രാവിലെ പോകാമെന്ന് പറഞ്ഞത് നടക്കത്തില്ല. എല്ലാവരും കൂടെ ആകുമ്പോൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും, മടിയാവും. അതുകൊണ്ടാണ് ഇന്ന് പോകുന്ന പോക്കിൽ തന്നെ അങ്ങ് കയറിയിട്ട് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മളാണെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര പത്തനാപുരം വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര കഴിഞ്ഞ് നമ്മൾ പത്തനാപുരത്തോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇത്. അപ്പോൾ ഏട്ടന് കസ്റ്റമറെ കാണാനായിട്ട് ഈ വഴിയൊക്കെ വരും, ഇവിടത്തേക്ക് വീഡിയോ എടുത്തോളാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഏട്ടൻ എപ്പോഴും വരുന്നതുകൊണ്ട് ഏട്ടന് സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ നമ്മൾ കോന്നി എത്തിയിട്ടുണ്ടായിരുന്നു. കോന്നി എത്തിയിട്ട് നമ്മളാണെങ്കിൽ തേക്കുംതോട്ടത്തിൻ്റെ അകത്ത് കൂടെ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ ഈ വഴിയെല്ലാം അറിയാം കേട്ടോ. എൻ്റെ അമ്മാമ്മയുടെ വീട് കൊക്കാത്തോടാണ്. അപ്പോൾ ഈ വഴിയാണ് കൊക്കാത്തോടിന് പോകുന്നത്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇവിടം വരെ നമ്മൾ കൊല്ലത്തുനിന്ന് വരുമ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു തേക്കുംതോട് നോക്കിയിരിക്കുമായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തേക്കുംതോടല്ല, തേക്കും കാട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളാണെങ്കിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ ചോദിച്ചു, കാവിലോട്ട് പോവാണോ എന്ന് ചോദിച്ചു. പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, അതെങ്ങനെ മനസ്സിലായി? ഞാൻ പറഞ്ഞു, എൻ്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ചിലപ്പോൾ മനസ്സിലായതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറേ കൂടെ ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ എത്തി കേട്ടോ. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ വണ്ടി ഏട്ടനാണെങ്കിൽ അങ്ങ് ദൂരെ കൊണ്ടാണ് പാർക്ക് ചെയ്തത്, ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട്. അപ്പോൾ ഇവിടെ അമ്പലത്തിലകത്തുള്ള കാഴ്ചകളെല്ലാം ഞാനൊരു ഷോർട്സ് ആയിട്ടിട്ടുണ്ട്, അതെല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നമ്മളാണെങ്കിൽ 9 മണിക്ക് കയറിയിട്ട് നമ്മളൊരു 11 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം കേട്ടോ. അവിടെയാണെങ്കിൽ റേഞ്ചും കാര്യങ്ങളും ഒന്നുമില്ല. എന്നെ അമ്മയൊക്കെ ഒത്തിരി വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. മിനിയമ്മ രാവിലെ വിളിച്ചില്ല ഞാൻ അങ്ങോട്ട്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിളിച്ചപ്പോഴൊന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ എനിക്ക് മെസ്സേജ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടുന്ന് നേരെ നമുക്ക് മലയാളപ്പുഴ നമ്മുടെ വീട്ടിലോട്ട് വരാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ പൊരിപ്പ് വാങ്ങിക്കാനായിട്ട് കുമ്പഴ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് പുതിയ ബസ് സ്റ്റാൻഡൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ നല്ല തിരക്കാണിപ്പം. അതുകൊണ്ട് തന്നെ പുതിയ ബസ് സ്റ്റാൻഡൊക്കെ കിട്ടിയതിൻ്റെയാണ് ആ വീഡിയോ ഞാൻ എടുത്തത്. നമ്മളിപ്പോൾ 12:30 ആയി നമ്മൾ മലയാളപ്പുഴ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തെ. അന്നേരം നല്ല ആളാണ് കേട്ടോ. ഇപ്പോൾ നട അടച്ച് കാണും. പിന്നെ വന്നവരെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. പിന്നെ പായസത്തിനൊക്കെ നേർച്ച പറഞ്ഞവർക്കൊക്കെ 12:30 ആകുമ്പോഴത്തേക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് അത്ര ആളവിടെ കണ്ടത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് ഇങ്ങനെ താഴോട്ട് നിന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അമ്മച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അമ്മച്ചിക്ക് നടന്നിറങ്ങി വരണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ മുറ്റത്തോട്ട് ഇങ്ങനെ വണ്ടി കൊണ്ടുവന്നു. എന്നെ കണ്ടതും വിഷ്ണു ഓടി വണ്ടി കയറുവാണ് കേട്ടോ. ഞാനെങ്കിൽ പോട്ട് ശരിയെന്നും പറഞ്ഞുകൊണ്ടാണ് അവൻ ഇറങ്ങുന്നത്. ഞാൻ വീഡിയോ എടുക്കുമെന്നുള്ളതും എൻ്റെ യൂട്യൂബ് ചാനലുണ്ടെന്നുള്ള കാര്യം അറിയാം കേട്ടോ. അപ്പം വീട്ടിലാണെങ്കിൽ റംബുട്ടാൻ ഉണ്ടായിരുന്നത് വിറ്റ് കേട്ടോ. അപ്പോൾ അവർ വന്ന് അഡ്വാൻസ് അങ്ങോട്ട് 1000 രൂപ കൊടുത്തിട്ട് പോയതാണ്. അപ്പോൾ കുറച്ച് എനിക്കാണെങ്കിൽ അവിടെ സൈഡിൽ നിന്ന് പറിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ നിന്ന് ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതാണെങ്കിൽ വരിക്കയാണ്, കൂഴയല്ല. അതുകൊണ്ട് തന്നെ ഈ കുരുവിൽ നല്ലതായിട്ട് ഇളകി വരും. അതിനാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഈ വട്ടത്തെ ചെറുതായിപ്പോയേ. കഴിഞ്ഞ വർഷമൊക്കെ ഇതിൽ നല്ല വലുപ്പത്തിലായിരുന്നു റംബുട്ടാനുണ്ട്. അത് നല്ലതായിട്ട് ആ കുരുവിൽ നിന്ന് ഉരിഞ്ഞു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് വരിക്കയെന്ന് പറഞ്ഞത്. നല്ല മധുരവുമാണ്. പിന്നെ ആണെങ്കിൽ വിറ്റത് കൊണ്ട് തന്നെ നമ്മൾ അധികം ഒന്നും പറിച്ചില്ല. നമ്മൾ 1-2 തണ്ട് പറിച്ചത് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അകത്ത് കയറി ഇരുന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഓണത്തിന് വരത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മായ ഒരു ചെറിയ സദ്യ തന്നെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ വട്ടം വരെ അത് വിറ്റിട്ടൊന്നും ഇല്ലായിരുന്നു. എന്താ വെച്ചാൽ ഈ വവ്വാൽ വന്ന് എല്ലാം ഇത് പറിച്ച് കളയുന്നത് കൊണ്ട് ആ പച്ചതിന് ഈ വട്ടം കൊടുത്താണ് കേട്ടോ. ഈ ഒരു ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതേ കാണാനുള്ളൂ. നമ്മളിപ്പോൾ ഈ ഊരാളി അപ്പൂപ്പൻ കാവിലോട്ട് പോയ വഴിയിൽ മൊത്തവും ഈ റംബുട്ടാൻ ഇങ്ങനെ വലയിട്ട് വെച്ചേക്കുവാണ്. നമ്മുടെ ഇത്രയും നല്ലതായിട്ട് എന്തിനാണ് കൊടുത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് ഈ വവ്വാലടിച്ച് കളയുന്നത് കൊണ്ട് തന്നെ അതങ്ങ് കൊടുത്തേക്കോ, ഒരു പറിക്കാൻ സമയമാകുമ്പം വരുമ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും തന്നിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ കാശിയാണെങ്കിൽ ഇളകി വരുന്നതായതുകൊണ്ട് തന്നെ ഞാൻ കാശി തന്നെ കഴിക്കുന്നതിന് ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ ശ്രീമോൻ അവിടെ നിന്ന് വെള്ളം വെക്കുന്നതുകൊണ്ട് അമ്പി ഒരെണ്ണം എടുത്തുകൊണ്ട് പോവുകയാണ് ശ്രീമോന് കൊടുക്കാനായിട്ട്. അപ്പോൾ കുരുവേന്ന് ഇളക്കി അവന് കൊടുക്കുമ്പോൾ അവനും കഴിക്കും. അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഈ വരുന്ന വഴിയെല്ലാം ഈ നെറ്റിട്ട് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ശ്രീമോന്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒരു സാധനം കൊടുത്താലും ശ്രീമോൻ ഇതുപോലെ പെട്ടെന്ന് കഴിക്കത്തില്ല. അങ്ങനെ റംബുട്ടാനും കഴിച്ചുകൊണ്ട് ഏട്ടനും മാമനും എല്ലാം ഉപ്പാപ്പനും എല്ലാം കൂടെ അവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്നതിന് ശേഷം ഒരു ഉച്ചയ്ക്ക് ഒരു 3:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ പരിയാരത്തോട്ടാണ് ഇനിയും പോകുന്നത്. അമ്മച്ചി ഒരുപാട് നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അതുകൊണ്ടുകൂടെ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് വൈകിട്ട് അമ്മച്ചി കൊണ്ട് വിടുന്നുള്ളത് തീരുമാനിച്ചത്.
അങ്ങനെയാണെങ്കിൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുവാണ്. അപ്പം അമ്പിമാമനാണെങ്കിൽ വണ്ടി എവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് 2 അനന്തരവന്മാരും കൂടെ കയറി അങ്ങ് ഇരുന്നിട്ടുണ്ട്. കാശി ശ്രീമോനും ആണെങ്കിൽ ചെമ്പരത്തിപ്പൂവും പറിച്ച് ചെവി വെച്ചുകൊണ്ടിരുന്ന് ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാശിയാണ് ആദ്യം കാണിച്ചത്. അത് കാണിച്ചപ്പോൾ തന്നെ ശ്രീമോനും അത് തന്നെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ടാറ്റയൊക്കെ തന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന പൈസ മാ ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും മാ അപ്പോൾ മായ്ക്ക് കൊടുത്തില്ല കേട്ടോ. അപ്പോൾ പറയാം ആ പണിയൊക്കെ കയ്യിലിരുന്നാൽ മതി, പൈസ വിട്ടുള്ളൊരു കളിയില്ലെന്നൊക്കെ ഞങ്ങളകത്ത് ഇരുന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ടാറ്റയും പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ പരിയാരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്തനംതിട്ട എത്തി. അപ്പോൾ എലന്തൂർ എവിടെ എത്തിയപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി. അവിടെയും പൊരിപ്പ് വന്നേ വാങ്ങിച്ചു കേട്ടോ. ഈ സമയത്ത് നല്ല ചൂടോടെ അത് വാങ്ങിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ അവിടെ കയറി അതും വാങ്ങിച്ച് അനുപമയെ കയറി നമ്മുടെ ആദ്യക്കുട്ടിന് മുട്ടായും വാങ്ങിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ പരിയാരത്തോട്ട്. നല്ല മഴക്കോളുണ്ടായിരുന്നു. ഞങ്ങൾ കരുതി പെയ്യുമായിരിക്കുന്നു, പക്ഷേ പെയ്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യക്കുട്ടനെ കാണാനാണ് പോയത്. ആദ്യക്കുട്ടൻ അവിടെ വൈകിട്ടത്തെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് തുപ്പിയൊക്കെ കാണിക്കുവാണ്. നമ്മളെ കണ്ടതിൻ്റെ ജാടയാണ് ആദ്യം. അപ്പം ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഭയങ്കര ഉത്സാഹിച്ച് നിൽക്കുമായിരുന്നു. തിരക്കി ഇരിക്കുമായിരുന്നു കാശി എപ്പോൾ വരുമെന്നൊക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവനെക്കാട്ടി വലിയൊരു ചെരുപ്പും ഒക്കെ ഇട്ടുകൊണ്ടാണ് വന്നത്. അങ്ങനെ പിന്നെ ചേട്ടന്മാരെല്ലാം കൂടെ അങ്ങ് കളിയായി. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് കുക്കി അച്ചു എല്ലാം ഇവിടെ ഉള്ളതാണ്. വേവന്മാരും ഇവിടെ ഇല്ല, കുട്ടും ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു നമ്മൾ അപ്പുറത്ത് വന്നിരുന്നു കുറേ നേരം പിള്ളേരോടെ കളിക്കുക, സുഷമാമ്മയൊക്കെ ആയിട്ട് കാര്യം പറഞ്ഞിരിക്കാമെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നിരിക്കുവാണേ. അപ്പോൾ ഇവന്മാരെല്ലാം കൂടെ കൂടുമ്പോഴെല്ലാം ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം വട്ടം നാരങ്ങ കളിച്ചു. അപ്പോൾ ഓരോന്ന് കളിച്ച് കഴിയുമ്പോഴും പിന്നെ അത് മടുക്കും. അത് കഴിയുമ്പോൾ അടുത്തത് കളിക്കും. അങ്ങനെ ആയിരുന്നേ. അപ്പോൾ ആശമാമിയാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, അത് കളിക്കും ഇത് കളിക്കും ഇങ്ങനെ കളിക്കുന്നൊക്കെ. അടുത്തത് ഇനി 1 മീൻ പോയി 2 മീൻ പോയി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമോൻ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് തന്നെ ശ്രീമോൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും, ഇനി എന്തുവാ ചെയ്യേണ്ടതെന്നുള്ളത്. കളിയുടെ കൂട്ടത്തിൽ താഴെ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കളിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് അത് വലിയ കാര്യമാക്കുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങ് മാറി. അടുത്ത കാശിയായി കേട്ടോ, മീനായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുവാണ്. അതെല്ലാം കഴിഞ്ഞ് അവസാനം ഇരുന്ന് കളിക്കുന്ന എന്തെങ്കിലും കളി കളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഴുകയും എവിടെയെങ്കിലും കൊള്ളുകയൊക്കെ ചെയ്യും. പിന്നെ ആരെങ്കിലും കരഞ്ഞിട്ടേ ഇത് അവസാനിക്കത്തുള്ളൂ. അതുകൊണ്ട് ആദ്യക്കുട്ടൻ തവള ചാടുന്ന പോലാണ് മീൻ പോയി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു മീനല്ല ഒരു തവളയാ പോയെന്നൊക്കെ ഞങ്ങളിങ്ങനെ കാര്യങ്ങളും പറഞ്ഞ് സീരിയലിൻ്റെ കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അടുത്ത കളി വന്നു. അടുത്തത് ഒരമ്മ കടയിൽ പോയി കളിക്കുവാണേ. അതും ശ്രീമോൻ അറിയത്തില്ല, എല്ലാവരും കാണിക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അടങ്ങിയിരുന്ന് കളിക്കാനൊക്കെ എൻ്റെ മക്കൾക്ക് അറിയാം. അപ്പോൾ ഒരാളൂടെ വന്നു കഴിയുമ്പോൾ കളിക്കണമെന്നും പിന്നെ ആദ്യയുടെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കാശി കൊണ്ട് ഞാനെല്ലാം പറക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ആദ്യക്കുട്ടൻ്റെ അക്വേറിയാണ് കേട്ടോ. അതിനകത്തിലെ മീനുകളെയാണ് ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ അപ്പുറത്ത് വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ അതിലൊരു കേക്ക് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ കരുതി ആരെങ്കിലും ബർത്ത്ഡേക്ക് വേണ്ടി ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ആയിരിക്കും അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ വാങ്ങിച്ച് വെച്ചേക്ക് വന്നേ ഓർത്തത്. അപ്പം ഞാൻ വിളിച്ചു ചോദിച്ചേടാ ഇത് 6 കേക്ക്, ഇനി ഇവന്മാരും എല്ലാം വന്ന് തുറന്നു കഴിഞ്ഞാൽ തോണ്ടി കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്നും കരുതി ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, കുട്ടൂനാണെങ്കിൽ ഏതോ നറുക്കെടുപ്പിൽ കിട്ടിയതാണ് കേക്ക്. പുതിയ ഏതോ കേക്ക് കടയുടെ ഉദ്ഘാടനമായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. കേക്ക് കട്ട് ചെയ്തോളാൻ പറഞ്ഞേ. അപ്പോഴും ഞാൻ ഓർത്തില്ല എല്ലാവരും കൂടെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പോൾ ആദ്യം കാശി ശ്രീമോനും എല്ലാം വന്ന ഒരു സമയം നോക്കി തന്നെ ഞാനങ്ങ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലും ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും പിള്ളേർക്കെല്ലാം കേക്ക് കട്ട് ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്മാരെ 3 പേരെ നിർത്തി ഞാൻ കേക്ക് കട്ട് ചെയ്ത് 3 പേരുടെയും വായി വെച്ച് കൊടുത്തു. ആദ്യക്കുട്ടൻ ചെറുക്കി നിൽക്കുവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് 4 ചെറിയ ആദ്യക്കുട്ടൻ തന്നെയാണ് തിന്നേന്ന് തോന്നുന്നു. ശ്രീമോൻ അത്ര ഇതില്ല, അത് ചെറിയ പുളി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവനും അത് കഴിക്കുന്നില്ലായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളവിടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ചുവും കുക്കിയും പ്രിയനും എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ വണ്ടിയുടെ എന്തോ സീറ്റ് കവർ എന്താണ് ഇടാൻ വേണ്ടി പോയേക്കുമായിരുന്നു. കുക്കിമാവ് വാങ്ങിച്ച വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ വണ്ടി ഇന്നാണ് കാണുന്നത്. പിന്നെ നമ്മൾ വന്നില്ലല്ലോ, 1 ആഴ്ച 2 ആഴ്ച എന്തോ ആയിട്ടുള്ളൂ വണ്ടി എടുത്തിട്ട്. അങ്ങനെ അച്ചുമാവനാണെങ്കിൽ ബബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അങ്ങനെ ബബിൾസൊക്കെ 2 പേരുടെയും കൈ കൊടുത്തു. അപ്പോൾ അതെല്ലാം കഴിച്ചു. അങ്ങനെ അന്നത്തെ ദിവസവും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, ഇച്ചിരി തെറുതിയായിപ്പോയി കേട്ടോ. രാവിലെ ചപ്പാത്തി ചിക്കൻ കറി ആയിരുന്നു. അതെല്ലാം ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമ്മൾ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അച്ചുവും കുക്കിയും നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചി വരുന്നില്ലല്ലോ, അതുകൊണ്ട് ശ്യാമളയോട് ആ വണ്ടി കയറടാന്ന് പറയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. മനസ്സോടെ ടാറ്റ കൊടുക്കുവാണ്. പിന്നെ അച്ചുവും കുക്കിയും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രീമോന് വലിയ വിഷമം വന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തിരുവനന്തപുരത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അങ്ങോട്ട് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ മാമി, എൻ്റെ അച്ഛൻ്റെ മാമിയാണ്. മാമിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബൈക്ക് വെച്ച് BP കുറഞ്ഞിട്ട് ഗുളിക കഴിക്കുമെന്തോ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ BP കുറയുമെന്തോ ചെയ്ത് തല കറങ്ങി വീണതാണ്.
അങ്ങനെ തലയിൽ ബ്ലീഡിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പത്തനംതിട്ട മുത്തൂറ്റൂന്ന് അവിടെ നേരെ പുഷ്പഗിരി കൊണ്ടുപോയി. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾ തിരിച്ച് പത്തനംതിട്ട കൊണ്ടുവരുമെന്ന് പറഞ്ഞായിരുന്നു ഇരുന്ന്. അങ്ങനെയാണ് നമ്മൾ പത്തനംതിട്ട വന്നത്. അവിടെ വന്നപ്പോൾ പറയുന്നു ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല, അവിടെ തന്നെയാണ് മെഡിക്കൽ കോളേജിൽ തന്നെയാണെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേ ദിവസം നമ്മളെല്ലാവരും കൂടെ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ മനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവൻ വന്നിട്ട് വേണം ഒരു പാസിൽ എനിക്ക് അകത്ത് കയറാനെ കൊണ്ട്. അങ്ങനെ നമ്മൾ അകത്ത് കയറി മാമിയെ കണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.